നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നട്ട കുക്കുംബറുണ്ട്, പീച്ചിലുണ്ട്, ഇവിടെ പയറുണ്ട്. അതിൻ്റെയൊക്കെ വളർച്ച നമുക്കൊന്ന് നോക്കാം. ഇതാ ഇത് കുക്കുംബറാണ് കേട്ടോ. അതിൽ പൂവും കായും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് പീച്ചിൽ കണ്ടോ, പീച്ചിൽ പടർന്ന്, പീച്ചിലുമ്മലും കായിൻ്റെ പൂവ് തന്നെ ഉണ്ട്. കണ്ട് എത്ര വേഗമാണെന്ന് നോക്കിയേ. എത്ര ദിവസമായി? 10, 18, 20 ദിവസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. ഇത് ഹൈബ്രിഡ് എനോണേ. അപ്പോൾ നമ്മൾ ഇതിൽ ആവശ്യത്തിൽ വളവും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നട്ടിരിക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വേഗം കായ്ഫലമൊക്കെ നമുക്ക് തരാൻ പോണത്. പിന്നെ ഇതിന് പ്രാണികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇലയൊക്കെ എൻ്റെ പറമ്പിലല്ല ഇരിക്കണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും സോപ്പ് മിശ്രിതം അതൊക്കെ തളിച്ചു കൊടുക്കുവേ. അതൊന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് ചെയ്യേണ്ടത്. ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ വന്നിട്ടുണ്ട് ഇതിൽ. നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. നോക്കണം, ഇതിനെ ഡെയിലി വന്ന് ചെക്ക് ചെയ്യണം. വല്ല കുഞ്ഞു കുഞ്ഞ് ജീവികൾ ഇരിപ്പുണ്ടാ, പുഴുക്കളുണ്ടാ. ഇതിപ്പോൾ ഉറുമ്പാണ്. നമ്മുടെ ഇവിടെ പുളിയുറുമ്പ് ഉണ്ട്, പക്ഷെ ഇതുമേലോട്ട് ആക്കിയിട്ടില്ല. പുളിയുറുമ്പുകളുണ്ടെങ്കിൽ മീലിമുട്ടയൊക്കെ വന്നിട്ട് അതൊക്കെ തിന്നു കളഞ്ഞോളും. ഇതൊരു തരം പൊടിയുറുമ്പ്. ഈ വെളുത്തുള്ളിയുടെ മണവും ഒക്കെ കൊണ്ട് പൊക്കോളെന്ന് വിചാരിക്കണം. നമുക്കൊന്ന് ട്രൈ ചെയ്യാതിപ്പോൾ. നമ്മൾ അതുപോലെ തന്നെ പറമ്പിൽ നട്ടാണ് കേട്ടോ ഈ തക്കാളി ചെടി. അതിലും പൂവായി തുടങ്ങി. ഇത് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളേ. അപ്പം അതിനനുസരിച്ച് അടിവളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ പോകുമ്പോൾ പൊക്കം വെക്കുമ്പോഴേ മറിഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്, ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നമുക്കിതിന് താങ്ങ് കൊടുക്കണം. ഒന്നല്ലെങ്കിൽ കയറിൽ കെട്ടി മേളിലേക്ക് വലിച്ചു കെട്ടണം, അല്ലെങ്കിൽ കുറ്റിയിട്ടിട്ട് താങ്ങ് സപ്പോർട്ട് കൊടുക്കണം. നമുക്കിവിടെ ആദ്യം കുറ്റിയിടാം. ഇനി എളുപ്പം ദ്രവിച്ച് പോവാത്ത കുറ്റിയിട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഒടിഞ്ഞു പോവാത്തതും ഉറപ്പുള്ളതുമായിട്ടുള്ള കുറ്റികൾ. ഇപ്പം മാവിൻ്റെ കമ്പാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. പിന്നെ പൊടിച്ചും വരൂല. അതിൻ്റെ വേറെ ടൈപ്പ് കമ്പുകളൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ അത് പൊടിച്ച് വരും, വേറെ ചെടിയാവും. അപ്പം നമ്മൾ തക്കാളിക്ക് ഇട്ട് കൊടുക്കണ വളമൊക്കെ അത് വലിച്ചിടും. ഇതിൻ്റെ വട്ടം കോലുണ്ടെങ്കിൽ കോല് വെച്ച് കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ കയറ് കെട്ടി കൊടുക്കുക. ഞാൻ കെട്ടി പാകിയിട്ട് മുകളിലേക്ക് വലിച്ചു കയറണം. ഇനി വള്ളി വെച്ചിട്ട് ഇതിങ്ങനെ ഒരെണ്ണം വട്ടം വെച്ച് കെട്ടണം. ഇത് സപ്പോർട്ട് ചെയ്ത് പിടിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടേ നമുക്ക് സെൻറ്ററിൽ നിന്ന് പിടിക്കണം. എന്നിട്ട് ലാസ്റ്റ് മര്യാദക്ക് കെട്ടാം. ഇതും കൂടി കെട്ടി വെക്കല്ലേ? അപ്പോൾ ലാസ്റ്റത്തെ ഇത് ഇങ്ങനെ കെട്ടി വെക്കാം. എന്നിട്ട് വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് ആക്കി കൊടുക്കണം. ഓക്കെ.
ഇതേപോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ വെട്ടാം, അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ഓരോന്ന് കൊടുത്തിട്ട് ഇതിനെ അടുത്ത് നിർത്തി എടുക്കാം. അപ്പോൾ ഇതായിരിക്കും നമുക്ക് സ്യൂട്ടബിൾ. കാരണം ഇവിടെ കമ്പും കോലൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഓക്കെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇതിൽ പൂവായി വന്നേക്കണുണ്ടാ, ഈ കൂമ്പ് നമ്മൾ കിള്ളി കൊടുക്കണം. ഈ കൂമ്പും കിള്ളി കൊടുക്കണം. അടിയിലുള്ള മൂത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അടിയിൽ നിന്നുള്ള ഈ ചെനപ്പുകളൊക്കെ കിള്ളിക്കളയണം. എന്നിട്ട് നല്ല ഗ്രോത്ത് ഉള്ള ചെനപ്പുകൾ മാത്രമേ നിർത്താൻ പാടുള്ളൂ. അത് മുകളിലോട്ട് വന്നതിന് ശേഷം മാത്രം. അപ്പോൾ നല്ല രീതിയിലുള്ള കായ്കൾ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നട്ട് വളർത്തിയ നമ്മുടെ തക്കാളി തൈകളാണത്. നമ്മൾ ഈ തക്കാളി നടുന്നത് എങ്ങനെയാണെന്ന് ഒക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ കാണാത്തവർ അത് കാണുക. ഇതും നിറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. കണ്ട ഇവിടെ പൂ ദേ കണ്ട ഇല്ല. പൂവായി പറഞ്ഞിട്ട് മുട്ടയുടെ അതൊക്കെ കണ്ട. ഞാൻ താഴത്തുനിന്ന് മൂത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് മുകളിലോട്ട് വരുമ്പോൾ കണ്ട ഇവിടെ നിന്ന് ഒരു ശിഖരം വന്നിട്ടുണ്ട്. അത് മാത്രമേ നിർത്തിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ കുറച്ച് വേണമെങ്കിൽ നമുക്ക് കിള്ളി കൊടുത്താൽ അടുത്ത ശിഖരം വരും. കണ്ട ഇവിടെ പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇതിന് പോളിനേഷൻ നടക്കണം. നല്ല തേനീച്ചകളും തേൻ കുടിക്കണ പ്രാണികളൊക്കെ വന്നിട്ട് ഇത് ചെയ്യും, പോളിനേഷൻ നടക്കും. തേൻ കുടിക്കുമ്പോൾ നല്ല കായ്ഫലം കിട്ടും നമുക്ക്. ഇടയ്ക്ക് വളം ഇട്ട് കൊടുക്കണം നമ്മൾ. ഒരു 10 ദിവസം കൂടുമ്പോൾ. വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ് ഇത്. നമ്മുടെ ചുവന്ന വള്ളിപ്പയർ ഉണ്ടാ നിറയെ ഉണ്ടാവണുണ്ട്. ഉണ്ടാ കുഞ്ഞു കുഞ്ഞു പയറുകൾ ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. ഇത് ഇതേപോലെ തന്നെ നമ്മൾ താഴെയുള്ള മൂത്ത ഇലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ മേളിൽ കായ്ഫലം കൂടും. അല്ലെങ്കിൽ ഈ ഇല തിങ്ങി നിറഞ്ഞ് പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് തടസ്സമാവും. ഒരു 2-3 കടയുള്ളത്. ചെറിയ ഒരു ചട്ടിക്കകത്താണ് നട്ടേക്കണത്. അധികം സ്പേസ് വേണ്ട. അപ്പോൾ നമുക്ക് അധികം സ്ഥലമില്ലാത്ത ആൾക്കാർക്കും ഇങ്ങനെ നട്ടുപിടിപ്പിക്കാം. ഇത് സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. നല്ല വിഷമില്ലാത്ത പച്ചക്കറിയും. ഇത് വെച്ചുണ്ടാക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയോ? നമ്മൾ ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങണ പയറിനെക്കാട്ടും രുചിയാണ്. ഇത് 3-4 ഉണ്ടെങ്കിൽ ഒരു തോരൻ ഉണ്ടാക്കുക, ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുക. ഒരു പച്ചക്കായൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2-3 പേർക്കുള്ള കറി ഉണ്ടാക്കാം. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ പയർ? കമന്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ.